കണ്ട കാര്യം കുറെ പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടോ എന്ന് ഉറപ്പായിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൗദി അറേബ്യയിലൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ബ്യൂട്ടി പാർലറിലൊക്കെ നിൽക്കുന്ന ഒത്തിരി ലേഡീസ് അവിടെ അഡ്മിറ്റ് ആവാറുണ്ട് കേട്ടോ. അപ്പൊ അവര് വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തെ വർക്കേഴ്സ്, അപ്പൊ അത്തരം ലേഡീസ് പറയാറുണ്ട് കേട്ടോ നമ്മളോട്, ഇത്തരത്തിൽ അവരവിടെ വാക്സ് ഉപയോഗിച്ചിട്ടാണ് പ്രൈവറ്റ് ഏരിയയിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പൊ എന്തുമാത്രം അതില് അപകടങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സയൻസിന്റെ ഭാഗം കൂടി ചിന്തിച്ചു നോക്കാം. എന്താണ് ലേഡീസിലെ പ്യൂബിക് ഹെയർ വളരുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ, അത് നമ്മൾ റിമൂവ് ചെയ്യാണോ വേണ്ടത്, അത് നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്യാണോ വേണ്ടത്, എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ട മെത്തേഡുകൾ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കുറെ ലേഡീസിനും അതുപോലെ വളർന്നു വരുന്ന കുറച്ച് പെൺകുട്ടികൾക്കും ഒത്തിരി ഡൗട്ട് ഉള്ള ഒരു ഏരിയയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ശാസ്ത്രീയമായുള്ള കാര്യങ്ങളും അതുപോലെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ആക്ച്വലി ലേഡീസിലെ പ്യൂബിക് ഹെയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ. സയന്റിഫിക്കലി നോക്കുകയാണെങ്കിൽ ധാരാളം ബാക്ടീരിയകളും പൂപ്പലും പൊടിയും രോഗാണുക്കളും ഒക്കെയുണ്ട് അന്തരീക്ഷത്തില്. ഇതിൽ ഏതെങ്കിലും ഒക്കെ കടന്നു കയറി വജൈനൈറ്റിസ് പോലെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ UTI പോലെയുള്ള അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി കൂടിയാണ് ആ ഭാഗത്ത് രോമം വളരുന്നത്. ഇനി മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുമ്പോഴോ ഒക്കെ ഒരുപാട് ഫ്രിക്ഷൻ ഉണ്ടായി ആ ഭാഗത്തെ കലകൾക്ക് ടിഷ്യൂവിന് ദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് ഇത്തരം പ്യൂബിക് ഹെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഏത് സംഗതിയാണെങ്കിലും ഒത്തിരി ഒരസലും അങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കലകൾക്ക് ദോഷം സംഭവിച്ചിട്ട് കറുപ്പ് നിറം പടരാൻ സാധ്യത കൂടുതലാണ്. ഇനി അടുത്തൊരു പർപ്പസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടി കൂടി ഇത്തരം പ്യൂബിക് ഹെയർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത് ഫെറോമോൺസ് എന്ന് പറയുന്ന ഹോർമോണുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി അടുത്തൊരു പർപ്പസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി വേറെ ഒരു പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെറോമോൺസ് എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ഒരു തരം കെമിക്കൽ സിഗ്നൽ പോലെയാണ് സ്ത്രീകളിൽ പ്രവർത്തിക്കുക. ഈ രണ്ട് കെമിക്കൽ കോമ്പൗണ്ടുകളാണ് സ്ത്രീകളിൽ ഫെറോമോൺ ആയിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് വിയർപ്പിൽ കൂടിയും യോനി ദ്രവങ്ങളിൽ കൂടിയും ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യുക എന്ന പർപ്പസോടുകൂടി പ്രകൃതി തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോർമോണുകളാണ്. ഇത്തരം ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ട്രാപ്പ് ചെയ്ത് നിലനിർത്തുക എന്നൊരു പർപ്പസ് കൂടി ഇത്തരം ഈ പ്യൂബിക് ഹെയറിനുണ്ട്. അപ്പൊ ഇപ്പൊ 4 കാര്യങ്ങൾ എന്തുകൊണ്ട് സ്ത്രീകളിൽ പ്യൂബിക് ഹെയർ എന്നുള്ളതിന് നമ്മൾ കണ്ടു. ഒന്നാമത്തെ കാര്യം പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ, രണ്ടാമത്തെ കാര്യം ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ, മൂന്നാമത്തെ കാര്യം ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ, നാലാമത്തെ കാര്യം ഫെറമോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുമ്പോൾ അത് ട്രാപ്പ് ചെയ്ത് നിലനിർത്താനും അങ്ങനെ ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യാനും. ഇനി പ്യൂബിക് ഹെയർ നന്നായി വെട്ടി ഒതുക്കി വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സാധാരണക്കാരായ നമ്മളുടെ ഇടയിൽ വന്നു ചേരാം എന്ന് നോക്കാം. അപ്പോക്രൈൻ ഗ്ലാൻഡ് എന്നൊരു ഗ്ലാൻഡ്, അതായത് ഒരു ഗ്രന്ഥിയുണ്ട്. ഇതുണ്ടാക്കുന്ന വിയർപ്പും സ്രവങ്ങളും കാരണം വിയർപ്പ്, ഓയിൽ, ബാക്ടീരിയ എല്ലാം കൂടി കലർന്ന് വല്ലാത്ത ദുർഗന്ധം ഉണ്ടായേക്കാം പ്രൈവറ്റ് ഏരിയയിൽ. ഇതുമൂലം ബാക്ടീരിയ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ പിടിപെടാം. പൊട്ടി ഒലിച്ച് ചൊറിച്ചിലും വേദനയും ഒക്കെ ആയി വല്ലാതെ അനുഭവിക്കേണ്ടി വരും. എത്രയോ പേഷ്യൻസ് ഇത്തരത്തിലുള്ള പ്രോബ്ലം ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വരാറുണ്ടെന്നറിയോ? പ്രൈവറ്റ് ഏരിയയിൽ ആദ്യം ഒരു ചൊറിച്ചിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ആയിട്ട് അവിടെ പൊട്ടി ഒലിച്ച് ഇൻഫെക്ഷൻ കൂടി അത് UTI ഒക്കെ ആയിട്ടും അല്ലാതെ കുറെ കൂടി കോംപ്ലിക്കേഷനിലേക്ക് ഒക്കെ പോകാനുള്ള സാധ്യത ഒത്തിരി ഉണ്ട്. നമ്മൾ പ്രൈവറ്റ് ഏരിയ അത്രയും വൃത്തിയായിട്ടും അതുപോലെ നല്ല നീറ്റായിട്ടും സൂക്ഷിച്ചില്ലെങ്കിൽ. ഇനി വൃത്തിയില്ലാത്ത പ്രൈവറ്റ് ഏരിയ കാരണം വരുന്ന വേറൊരു ഇൻഫെക്ഷൻ ആണ് ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഇൻഫെക്ഷൻ. അപ്പൊ ഒരു ഹെയർ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന് പല പല പാർട്ടുകളുണ്ട്. അപ്പൊ ഈ ഹെയറിന്റെ ഫോളിക്കിളിന് ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്കിൻ ഇൻഫെക്ഷനിലേക്ക് ലീഡ് ചെയ്യാം. അപ്പൊ ഇത്തരത്തില് നമ്മൾ പ്രൈവറ്റ് ഏരിയ നന്നായിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഇത്തരത്തില് ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാം. അപ്പൊ എങ്ങനെയൊക്കെ നോക്കിയാലും പ്രൈവറ്റ് ഏരിയയിൽ ഹെയർ ഉള്ളതിനേക്കാളും ഒന്നുകിൽ അത് വെട്ടി ഒതുക്കി അത്രയ്ക്ക് ഡ്രിം ചെയ്ത് സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ നമ്മളിത് റിമൂവ് ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് നമുക്ക് മനസ്സിലാകും. ഇനി എങ്ങനെയൊക്കെയാണ് ഹെയർ റിമൂവ് ചെയ്യേണ്ടത്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ കുറെ പേരൊക്കെ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ മറ്റു പലരും ഉപയോഗിച്ച ബ്ലേഡ് കൊണ്ട് ഷേവ് ചെയ്ത് കളയും. പക്ഷെ അത് ഒട്ടും സേഫ് അല്ല. ഒന്നാമത്തെ കാര്യം, മറ്റൊരാൾ ഉപയോഗിച്ച ബ്ലേഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സ്കിൻ ഇൻഫെക്ഷനും അല്ലാതെങ്കിലും പല പല അസുഖങ്ങൾ, ഈവൻ HIV വരെ പടരാനുള്ള സാധ്യതയുണ്ട്. അതങ്ങനെ ബ്ലേഡ് ഉപയോഗിക്കുന്നതിൽ കൂടിയൊക്കെ വേറൊരാൾ ഉപയോഗിച്ച ബ്ലേഡ്. ഓക്കെ, ഇനിയിപ്പോ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ കട്ടുകളാണെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും, മുറിവും ചെറിയ ചെറിയ കട്ടുകളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു സ്കിൻ ഇൻഫെക്ഷനിലേക്ക് ലീഡ് ചെയ്യാം.
പിന്നെ വേറൊരു കൂട്ടർ ചെയ്യുന്നത് ഇതുപോലെ വാക്സ് ഉപയോഗിച്ച് നമ്മൾ ശരീരത്തിലെ രോമമൊക്കെ കുറെ പേര് റിമൂവ് ചെയ്യാറുണ്ടല്ലോ. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അങ്ങനെ പ്രൈവറ്റ് ഏരിയയിൽ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹെയർ ഫോളിക്കിൾ ഒക്കെ വലിച്ചെടുക്കുമ്പോൾ അവിടെ കട്ട് വരാം, മുറിവ് വരാം. അത് സ്കിൻ ഇൻഫെക്ഷനിലേക്ക് പിന്നെ ഭയങ്കരമായിട്ട് കലകളൊക്കെ ആയി, ടിഷ്യൂ ഡാമേജ് ആകുമ്പോൾ അവിടെ കലകളായി കറുപ്പ് നിറമൊക്കെ ആയി പോകാതെ പിന്നെ കുറേ കഴിഞ്ഞ് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഒക്കെ വന്ന് അത് മായാതെ കലയായിട്ടുണ്ടെങ്കിൽ കീലോയിഡ് പോലെ ഒരുമാതിരി തടിച്ച് ഇങ്ങനെ ഉരുണ്ട് ആ ഒരു രീതിയിൽ ഒരു കല പോലെ പെർമനന്റ് ആയിട്ട് അവിടെ ഒരു മാർക്ക് പോലെ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മറ്റു കുറെ പേര് ഉപയോഗിക്കുന്നത് നമ്മുടെ ബോഡിയിലൊക്കെ കുറെ പേര് ഇങ്ങനെ ക്രീം ഉപയോഗിച്ചിട്ട് ഹെയർ റിമൂവ് ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ഇങ്ങനെ ഒരച്ചൊരച്ചെന്നിട്ട് ഇങ്ങനെ കളയുന്നത്, അത്തരം കാര്യങ്ങൾ പ്രൈവറ്റ് ഏരിയയിൽ ഉപയോഗിക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇത്തരത്തിൽ കെമിക്കൽ ആഡഡ് ആയിട്ടുള്ള ക്രീമുകളൊക്കെ പ്രൈവറ്റ് ഏരിയയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി അബ്സോർവ് ആകാനും അത് ഭയങ്കരമായിട്ടുള്ള കെമിക്കൽ ബേൺ ഉണ്ടാവാനും ഇൻഫെക്ഷൻ ഉണ്ടാവാനും ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനത്തെ ഈ ഹെയർ റിമൂവൽ ക്രീം ഒക്കെ പ്രൈവറ്റ് ഏരിയയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ പിന്നെ എന്ത് മാർഗം ഉപയോഗിച്ചാണ് നമ്മൾ പ്രൈവറ്റ് ഏരിയയിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യേണ്ടതെന്ന്. ഡോക്ടർമാരൊക്കെ അഡ്വൈസ് ചെയ്യുന്നത് ട്രിമ്മർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ട്രിമ്മർ ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ മുറിവോ അങ്ങനത്തെ കട്ടുകളോ ഒന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ സാധ്യത കുറയുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാൾ ഉപയോഗിച്ച ട്രിമ്മർ അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. മാക്സിമം നമുക്ക് പേഴ്സണലി നമുക്കിപ്പം ആക്സിലെ ഹെയർ കളയാനുണ്ട്, പ്രൈവറ്റ് ഏരിയയിലെ ഹെയർ കളയാനുണ്ട്, ബോഡി ഹെയറുകൾ റിമൂവ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പേഴ്സണലി ഒരു ട്രിമ്മർ നമ്മൾ മേടിക്കാം. ഇതിന് ഒത്തിരി റേറ്റും കാര്യങ്ങളും ഒന്നും ആകത്തില്ല. പലതരം റേറ്റിന്റെയും കാര്യങ്ങളും നല്ലതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് ആ ഒരു രീതിയിൽ റേറ്റ് കുറവുള്ളതുകൊണ്ട് ആ ഒരു രീതിയിലുള്ളതുകൊണ്ട്. അപ്പൊ ഒരു മീഡിയം റേറ്റിന്റെ ഒരെണ്ണം മേടിച്ചാൽ അത് നമുക്ക് എത്രയോ വർഷങ്ങൾ ഉപയോഗിക്കാം. റീചാർജ് ചെയ്യുന്ന രീതിയിലുള്ളത് മേടിക്കാം. അപ്പൊ ആ രീതിയിൽ ട്രിമ്മർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് പ്യൂബിക് ഹെയർ കളയാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റുകളും ഒക്കെ എഴുതിയിടൂ. പറ്റിയ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. ഇനി അടുത്ത ദിവസം നമുക്ക് നല്ലൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടണം. അതുവരെ സ്റ്റേ healthy. Bye bye.